കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം 8 മണി മുതലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ വീടുകളിൽ അവരുടെ മൃതദേഹം ബന്ധുക്കളടക്കമുള്ളവർ കാണാനായി എത്തുകയാണ്. അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനകൾ ഇതിനുശേഷം ഉണ്ടാകും. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് രാവിലെ 10 മണിയോടെ 4 പേരുടെയും ഖബറടക്കം നടക്കുക. ചെറുവള്ളി അബ്ദുൽ സലാമിൻ്റെ മകൾ ഇർഫാന ഷെറിൻ, അബ്ദുൾ റഫീഖിൻ്റെ മകൾ റിദ ഫാത്തിമ, സലാമിൻ്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീൻ്റെ മകൾ AS ആയിഷ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരുപോലെ മികവ് തെളിയിച്ച കുട്ടികളാണ്, കലാകാരികളാണ് 4 പേരും. ഇന്നും പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളാണ്. ഇന്ന് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്കൂളും പരിസരവും അവിടെയുണ്ട്. ഒപ്പം പഠിച്ചിരുന്ന 4 വിദ്യാർത്ഥികൾ അവർക്കൊപ്പമില്ല. അത് അംഗീകരിക്കുകയാണ് ഓരോ നിമിഷവും. അവരിപ്പോൾ CV അനുമോദ് ആയിഷയുടെ വീട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. അനുമോദ്, ഇപ്പോഴും നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അനുമോദ് ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ഇതുവരെ അവരെ അറിയാത്തവർ പോലും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് അവസാനമായി ഒന്ന് കാണാൻ. അശ്വതി, നമുക്ക് ഏറ്റവും വേദന നൽകുന്ന ഒരു കാര്യം ഈ ചെറിയ കുട്ടികളുടെ മരണമാണ്. എപ്പോഴും അവരുടെ ഒരു വിടവാങ്ങൽ, കുട്ടികളുടെ ഒരു വിയോഗം എന്ന് വെച്ചാൽ അതൊക്കെ സത്യത്തിൽ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്രമാത്രം വേദനയാണ് നൽകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ചകളിൽ ഞാനിപ്പോൾ വന്നു വളരെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും അവരെ കാണാൻ എത്തിയവരൊക്കെ പ്രായമായവരാണ്. അവരുടെ പേരമക്കളുടെ, അവരുടെ കൊച്ചുമക്കളുടെ ഒക്കെ പ്രായമുള്ള ഈ 4 മക്കളെ കണ്ടാണ് ഇവരൊക്കെ മടങ്ങുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വലിയൊരു വിങ്ങലായിരിക്കും ഇവരൊക്കെ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നമുക്ക് ഇവരോടൊന്നും സംസാരിക്കാനാകില്ല. കാരണം നമ്മൾ ഒരു തീവ്ര ദുഃഖത്തിൽ എല്ലാം വലിയ വേദനയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആരോടൊന്നും പങ്കുവെക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ നമ്മൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് പോലും വലിയ മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവരോടൊന്നും ഇവിടെ സംസാരിക്കാൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. അത്രമാത്രം വലിയ വേദനയിലാണ് ഈ വീടും പരിസരവും നാടൊക്കെ ഉള്ളത്. പലരും ഈ പ്രായമായവരൊക്കെ ഈ കണ്ണ് നിറഞ്ഞ് കരച്ചിൽ അടക്കി പിടിച്ചാണ് ഈ വീടുകളിലേക്കൊക്കെ കയറിപ്പോയി അവരെ അവസാനമായിട്ട് ആ മക്കളെയൊക്കെ കണ്ടുവരുന്നത്. ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് എത്രമാത്രം വലിയ വിങ്ങലായിരിക്കുമെന്നാണ് നമുക്ക് ആലോചിക്കാനാവുന്നത്. കാരണം കുട്ടികൾ, കൊച്ചുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ പ്രായമുള്ളവരായിരിക്കും അവർ ഇപ്പോൾ ഇവിടെ വാങ്ങിയ മക്കളൊക്കെ. അവരൊക്കെ അവസാനമായിട്ടൊന്ന് കാണുമ്പോൾ, അവരൊക്കെ ചേതനയില്ലാതെ അങ്ങനെ കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു സങ്കടം, ദുഃഖം അത് എത്രമാത്രം വലുതാകുമെന്ന് പറഞ്ഞറിയിക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല. അതാണ് ഞാനിവിടെ കണ്ട കാഴ്ചകളൊക്കെ. ഒരു കണ്ണീർ പ്രവാഹം പോലെ, കണ്ണീർ പുഴ പോലെ ഒഴുകുകയാണ് ആളുകളൊക്കെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്. അങ്ങനെ ഈ 4 വീടുകളിലേക്കും ഇവിടെയൊക്കെ ആളുകൾ ഒഴുകി വന്നെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞ് കരച്ചിലടക്കി പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. സത്യത്തിൽ ഇവിടെ ഈ ഒരു പരിധിവരേക്ക് മാത്രമാണ് നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ഒന്നും പങ്കുവെക്കാനാവുന്നില്ല. കാരണം ഈ കാഴ്ചകളൊക്കെ തന്നെ ഞാനീ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്താണ് ദുഃഖം നൽകുന്നത്. ഇവിടെ ഈ മക്കളുടെ കൂടെ പഠിച്ചവരും, അവരുടെ ക്ലാസ്സിൽ പഠിച്ചവരും, അവരുടെ സ്കൂളിൽ പഠിച്ചവരും, അവരെ പരിചയമുള്ള നാട്ടുകാരും, ഇന്നലെ വൈകുന്നേരം അപകടമുണ്ടായതിനു ശേഷം മാത്രം അവരെ പറ്റി അറിയുന്നവരും, അങ്ങനെ ഒരു 100,000 ആളുകളാണ് ഈ സമയം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇവരുടെയൊക്കെ മനസ്സിലെ വേദന ആ കുടുംബത്തിനൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആശ്വസിപ്പിക്കുന്നതിന് അപ്പുറത്താണ് ഈ കാഴ്ചകളും സാഹചര്യമൊക്കെ. നമ്മളൊക്കെ നമ്മുടെ ഈ ഒരു വാക്കുകൾ കൊണ്ട്
നൽകുന്ന ആശ്വാസം ഒന്നുമല്ല ഇവിടെ. അതൊന്നും ആശ്വാസത്തിന് പകരമാവില്ല, ഇവർക്ക് നഷ്ടമായതിന് പകരമാവില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക്, ലോകത്തിന് മുമ്പിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് ഈ ഒരു നാടിൻ്റെ ദുഃഖത്തിനൊപ്പം നിൽക്കുവാൻ ഈ ഒരു ദൃശ്യങ്ങൾ അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ഒരു അവരുടെ ആ ദുഃഖത്തിനൊപ്പം നിൽക്കാനുള്ളൊരു വഴിയാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരേ കാര്യം. ഇപ്പോൾ സമയം കടന്നു നീങ്ങുകയാണ്, 7:15 ഏകദേശം ഒരു 3/4 മണിക്കൂർ മാത്രമേ ഇനി വീടുകളിൽ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഉണ്ടാവുള്ളൂ. അതിനുശേഷം 8 മണിയോടെ ഈ ഹാളിലേക്ക്, പൊതുദർശന സ്ഥലത്തേക്ക് മാറ്റും. അപ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ ഈ പൊന്നുമക്കൾക്ക് അവരറിയുന്നില്ലെങ്കിൽ പോലും അവർ അവരുണ്ടാകുന്ന അവസാന നിമിഷങ്ങളാണ് ഉള്ളത്. എത്രമാത്രം ആഴത്തിലാണ് ഈ ഒരു നാട് അനുഭവിക്കുന്ന വേദന എന്നുള്ളത് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പരസ്പരം കാണുമ്പോൾ പോലും ആരും ഒന്നും സംസാരിക്കുന്നില്ല, ആർക്കൊന്നും സംസാരിക്കാനാവില്ല. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം. ഒരു വലിയ പ്രായമുള്ളൊരു അപ്പൂപ്പൻ, അദ്ദേഹം നടക്കാൻ പോലും അദ്ദേഹത്തിന് ആവുന്നില്ല. അദ്ദേഹം ബാക്കിയുള്ളവരുടെ സഹായത്താലാണ് ഇപ്പോൾ ആയിഷയുടെ മൃതദേഹം കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. ആയിഷയുടെ ബന്ധുവാണോ കുടുംബാംഗമാണോ എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ ആരുമല്ലെങ്കിൽ പോലും ഇന്നലത്തെ ആ ദുരന്തത്തിൽ അവർക്കെല്ലാം നഷ്ടമായത് അവരുടെയൊക്കെ വീട്ടിലെ ആരെങ്കിലുമാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാകാം അവരൊക്കെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് അസുഖങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഇവിടെ എത്തി ആ മക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തെ ഒപ്പമുള്ളവരൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹത്തിന് നടക്കാനാവുന്നത്. അത്രമാത്രം ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ പോലും ഇവിടെ അവരുടെ വീടുകളിലെത്തി ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. നമ്മളിപ്പോൾ ആയിഷയുടെ വീട്ടിലെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ മറ്റു 3 വീടുകളിലും ഇതേ അവസ്ഥയാകുമെന്ന് നമുക്കറിയാം. കാരണം ആളുകൾ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് അങ്ങനെ ഒഴുകിപ്പോകുന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ കാഴ്ചകൾ കാണുന്നത്. ഒരിടത്തുനിന്ന് കണ്ണീരടക്കി അടുത്ത വീട്ടിലേക്ക് പോകുന്നു, അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക്. അങ്ങനെ ഈ നാട് ഒന്നാകെ കരഞ്ഞ് തളർന്നിരിക്കുന്ന ദുഃഖസാന്ദ്രമായ ശോകമൂകമായ ഒരു കാഴ്ചയാണ്, അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. അശ്വതി, പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. 4 കുട്ടികളുടെയും മൃതദേഹം അവരവരുടെ വീട്ടിൽ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇനിയും കാണാൻ ആളുകൾ ഒരുപാട് പേരുണ്ട്. 8 മണി വരെയാണ് വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. അതിനുശേഷം പൊതുദർശനമുണ്ട്. കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടക്കും. 10:10 തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പേരുടെയും ഖബറടക്കം ഒരുമിച്ച് നടക്കും. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്ന 4 സുഹൃത്തുക്കൾ അവർ മരണത്തിലും ഒരുമിച്ചായി എന്ന വലിയ ദുഃഖം താങ്ങാനാകാതെ എത്തുന്ന ആളുകളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇർഫാനയും റിതയും നിതയും ആയിഷയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന അജ്മ, ഇവരെല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത ഫോട്ടോയും അവരുടെ നല്ല സമയവും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആരെയും കണ്ണീരണിയിക്കുന്ന അവരുടെ ആ ചിരി, അതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചിത്രത്തിൽ 5 പേരെടുത്ത ഫോട്ടോയാണ്. അതിൽ 4 പേർ ഇല്ല ഇന്ന് എന്നുള്ള ആ വലിയ സത്യം അത് അംഗീകരിക്കാനാകാതെ അജ്മ എന്ന അവരുടെ പ്രിയപ്പെട്ടവളുണ്ട്. ആ കുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി പേടിച്ച് വിറങ്ങലിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി എന്ന് അജ്മ അത് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ സംസാരിച്ചപ്പോൾ. ഏറ്റവും അടുത്ത കൂട്ടുകാരികൾ, ബന്ധു കൂടിയായ ഒരു കൂട്ടുകാരി, അവളുടെ കുടയും ചുറ്റുപാത്രവും എല്ലാം എൻ്റെ ബാഗിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണീരടക്കാനാകാതെ ഏങ്ങലടിച്ച് കരയുന്ന അജ്മയെ നമ്മൾ കണ്ടു.
അജ്ന രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അത്രത്തോളം ട്രോമ ആ കുട്ടിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപകടം നേരിട്ട് കണ്ട അല്ലെങ്കിൽ ആ അപകടത്തിൽ പെടേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ മരിച്ച ഇർഫാനയുടെ അമ്മ തൊട്ടു മുമ്പ് കണ്ടു മടങ്ങി എന്നൊക്കെ പറയുന്നത് വളരെ വിങ്ങലോടെയാണ്. 4 കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് വരികയായിരുന്നു. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്മസ് പരീക്ഷ എല്ലാ സ്കൂളുകളിലും നടക്കുന്ന സമയമാണ്. ഈ പരീക്ഷയുടെ ചൂടെല്ലാം കഴിഞ്ഞ് അവധിയുണ്ട് 10 ദിവസം. ആ അവധിയുടെ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ ആ കൂട്ടുകാരികൾ തമ്മിൽ എന്തൊക്കെ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചുള്ള മലയാളം പരീക്ഷ എഴുതി പേപ്പർ കൊടുത്ത് മടങ്ങുമ്പോൾ, വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തെ പരീക്ഷ, ഇന്ന് പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അത്യന്തം സങ്കടത്തിലാണ് ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും അവരുടെ കൂട്ടുകാരും. എന്ത് ചെയ്യണമെന്നറിയില്ല. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ആദ്യം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഹാളിലേക്ക് മാറ്റിയത്. ആ സ്കൂളിലേക്ക് ഒരിക്കലും ഇനി എത്താനാകില്ല എന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇന്നലെ അവിടെ നിന്ന് മടങ്ങുമ്പോഴും നാളെ പരീക്ഷയ്ക്ക് പോകാം എന്ന കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോഴായിരിക്കും ആ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒട്ടും കണ്ടു നിൽക്കാനാകാത്ത 4 ചിരി. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ ഓണാഘോഷത്തിൻ്റെ സമയത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ചിരിച്ചു നിൽക്കുന്ന 4 കുട്ടികൾ. ഈ ചിരി മാഞ്ഞു. ഒന്ന് പുറകിലേക്ക് ചാടി മാറാൻ പോലും പറ്റാത്ത ആ സമയം കൊണ്ട് അപകടം സംഭവിച്ചെല്ലാം അവിടെ അവസാനിച്ചിരുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും താങ്ങാനാകാതെ ഒരു നാടിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. സ്ഥിരം അപകടമുണ്ടാകുന്ന ഒരു സ്ഥലത്ത് വീണ്ടും 4 ജീവനുകൾ കൂടി ബലി കൊടുക്കേണ്ടി വന്നല്ലോ എന്നതോർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കരയുകയാണ് ആ നാട്. 4 കുട്ടികളുടെ വീടുകളിലും നൊമ്പര കാഴ്ചകളാണുള്ളത്. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റ് 3 വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ ബാക്കിയുള്ള വീടുകളും ഇവരുടെ ഈ 4 കൂട്ടുകാരികളുടെയും വീടുകൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? എന്താണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഈ ഒരു മരണ വീട്ടിലെ തന്നെ ഒരേ ദൃശ്യങ്ങൾ ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ആയിഷയുടെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന ആളുകളെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ആളുകളൊക്കെ ഒരു വീട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എന്ന പോലെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും തിരിച്ചു വരുന്നു. അപ്പോൾ ഈ 4 കുട്ടികളുടെ വീടും ഇവിടെ വളരെ അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാടിനൊന്നാകെ അത് വലിയ വേദനയാണ്. കാരണം അയൽവാസികളായ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് അറിഞ്ഞിരുന്ന, പഠിച്ചിരുന്ന, ഒരേ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളാണ് ഇവിടെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായത്. അപ്പോൾ ഈ ഒരു മേഖലയ്ക്കൊന്നാകെ, നാടിനൊന്നാകെ അത് നൽകുന്നത് അതിതീവ്രമായ ഒരു വേദനയാണ്. നമ്മളിപ്പോൾ അടുത്ത വീട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അടുത്ത വീടുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാഴ്ച. തൊട്ടപ്പുറത്തതാ ഒരു ആംബുലൻസ് കിടക്കുന്നത്. അതാണ് ഒരു അടയാളം. ഇനി കുട്ടികൾക്ക് അവസാനമായി പോകാനുള്ള വാഹനമാണത്. ആ ആംബുലൻസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പുറത്ത് വലിയ ഒരാൾക്കൂട്ടം നമുക്ക് കൂടി നിൽക്കുന്നത് കാണാം. കണ്ണു നിറഞ്ഞ് ആളുകൾ വിതുമ്പലടക്കി, തേങ്ങലടക്കി മടങ്ങി വരുന്നത് കാണാം.